നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ അതേപോലെ വാട്സപ്പിലൊക്കെ വയ്ക്കുന്ന DP നിങ്ങൾക്ക് പ്രൊഫഷണൽ രീതിയിൽ ഇതേപോലെ കളർ ചേഞ്ചിങ് ഒക്കെ വരുത്തി ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് അടിപൊളി പ്രൊഫൈൽ പിക്ചർ ആക്കി മാറ്റാനുള്ള ഒരു അടിപൊളി വെബ്സൈറ്റ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും ഒരുപാട് അടിപൊളി പ്രൊഫൈൽ പിക്ചറുകൾ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് കൊടുത്തിട്ട് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ അതൊക്കെ ചേഞ്ചൊക്കെ വരുത്തിയിട്ട് നമ്മൾക്ക് ഇവിടെ ഈ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ നമുക്ക് കാണാം. അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് DP മേക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. അത് ഈ ഫസ്റ്റ് വരുന്ന ഈ ലിങ്ക്, അതായത് pfpmaker.com എന്ന് പറഞ്ഞ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ആ സൈറ്റിലേക്ക് ആയിരിക്കും പോവുക. ഇതാണ് ആ സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അപ്ലോഡ് ഫോട്ടോ എന്നുള്ളടത്ത് നമ്മളുടെ ഏതാ ഫോട്ടോ വേണ്ടതെന്നുള്ളതിനെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരുപാട് രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഫോട്ടോൻ്റെ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്കിത് അലൈൻമെൻറ്റ് ഇത് കറക്റ്റ് ചെയ്യാം. എങ്ങോട്ടൊക്കെ നീക്കണം എന്നുള്ളതിനുള്ളതെങ്കിൽ അതേപോലെ നീക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ റീപ്ലേസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് കൊടുക്കുക. കസ്റ്റമൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വല്ല സെറ്റിങ്സിൽ എന്തെങ്കിലും വല്ല മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ബോർഡർ ചേഞ്ചിങ് അതുപോലെ ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മളുടെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് നമുക്ക് ഏത് ലെവലിലേക്കാണ് വേണ്ടതെന്നുള്ളതിനാണെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഔട്ട്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഔട്ട്ലൈൻ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കസ്റ്റം സെലക്ട് ചെയ്തിട്ട് ഏത് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. റൗണ്ടിനോട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പിക്ചർ സ്ക്വയർ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, റൗണ്ട് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അതുപോലെ കോർണർ വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടഡ് കോർണർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആഡ് ഡീകാൽസിൻ്റെ അവിടെ പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനം നമ്മളുടെ പിക്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രൊഫൈൽ പിക്ചറിൽ ഇതായിട്ട് കാണിക്കും. ഇത് നമ്മൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വലുതാക്കി ചെറുതാക്കി റൊട്ടേഷൻ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇതേപോലെ മാറ്റങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വരുത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് എന്താണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം റൈറ്റ് സൈഡിൽ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ഓരോന്ന് എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. വേറെ ഇമേജ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക, അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. താങ്ക് യു.